ഇന്ന് പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ സയൻറ്റിഫിക് ആധികാരികത എനിക്കറിയില്ല. ഒരു FB നിന്ന് കിട്ടിയ ഒരു കുറിപ്പാണ്. നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കരിമീനെക്കുറിച്ചാണ്. കരിമീൻ ടീനേജിലെത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ കൂട്ട് തേടിപ്പോവും. കൂട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പ്രണയമാണ്. അത് ജീവിത അവസാനം വരെയുള്ള പ്രണയമാണ്. ഒറ്റ പ്രണയം ഉണ്ടാവുള്ളൂ. ഇവർ തമ്മിലെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ പോയി താമസിക്കും. എന്നിട്ട് ഒരു മരത്തിൻ്റെ വേരോ അല്ലെങ്കിൽ കമ്പിൻ്റെ കഷ്ണമോ അത് ഇവർ ചുണ്ടുകൊണ്ട് നന്നായിട്ടിങ്ങനെ മിനുസപ്പെടുത്തി പരുവപ്പെടുത്തിയെടുക്കും. അത് കഴിഞ്ഞിട്ട് പെൺകരിമീൻ അതിൻ്റെ മുട്ട അതിലിങ്ങനെ പറ്റിച്ച് വയ്ക്കും. ആൺകരിമീൻ അതിൻ്റെ ബീജം കൊണ്ട് അതിൻ്റെ പുറത്ത് വയ്ക്കും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതിനുശേഷം ഈ രണ്ടുപേരും പിന്നെ തപസ്സാണ്, കാവലിരിക്കും ഈ ബീജത്തിന്, ഈ മുട്ടയ്ക്ക്. 15 ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തിറങ്ങും. അത് കഴിയുമ്പോൾ ഒരാൾ ഭക്ഷണം തേടിപ്പോവും, മറ്റേ ആളിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കും. ഇനി പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പാർട്ട്ണർ കൊല്ലപ്പെട്ടാൽ, ആരുടെയെങ്കിലും കറിച്ചട്ടിയിൽ എത്തിപ്പെട്ടാൽ, പിന്നീട് ഇവിടെ അവശേഷിക്കുന്ന പാർട്ട്ണർ വേറൊരു കല്യാണം കഴിക്കില്ല. ജീവിതാവസാനം വരെ ബ്രഹ്മചാരിയായിട്ട് തുടരും. ഇതാണ് നമ്മുടെ കരിമീൻ്റെ പ്രണയം. ഇൻ ദ ഗോസ്പലിൽ ഈശോ പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. കരിമീൻ കഴിക്കുന്നവരും കല്യാണം കഴിക്കുന്നവരും കല്യാണം കഴിക്കാൻ പോകുന്നവരും എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ, സഭയുടെ പഠനത്തിൽ ഡിവോഴ്സ് ഇല്ല. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മനുഷ്യരുടെ കണ്ടുപിടുത്താണ്, നമ്മുടെ കോംപ്രമൈസുകളാണ്.